വരുന്നതിന് മുമ്പ് മുന്നോടിയായി കുറച്ചും മാത്രം സംസാരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഗേറ്റിൻ്റെ പുറത്തുള്ള യുവാക്കളും എല്ലാവരും നമ്മുടെ ഈ നല്ല മുത്തബറക്കായ നല്ല മജ്ലിസാണ്. എല്ലാവരും ഈ മജ്ലിസ് വന്നിരിക്കണം. നമ്മുടെയൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സുദീർഘമായി സംസാരിക്കുന്നില്ല, ഉസ്താദ് വരുമ്പോൾ നിർത്താം ഇൻഷാ അല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വലാത്തിൻ്റെ സൗണ്ട് പോരാ, കാരണം ഇത് ഷഅബാനാണ്. ഷഅബാൻ മാസം എന്ന് പറയുമ്പോൾ സ്വലാത്ത് ചൊല്ലാൻ ഖുർആന്റെ ആയത്ത് ഇറങ്ങിയ ഒരു മാസമാണ്. അപ്പൊ സ്വലാത്ത് ധാരാളമായി നാം ചൊല്ലണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഷഅബാനു ശഅരി വശഅബാനു ശഅരി. എന്താണ് ഇതിന്റെ അർത്ഥം? ഷഅബാൻ എന്നുള്ളത് എൻ്റെ മാസമാണ്, വലിയ പവറാണ്. ഷഅബാൻ മാസത്തിന് വലിയ പവറാണ്, വലിയ മഹത്വമുണ്ട്. പിന്നെ നമ്മുടെ ഇന്ന് ഇവിടെ ദഫ് റാത്തിബ് ബഹുമാനപ്പെട്ട റിഫായ് ശൈഖ് തങ്ങളെ ദഫാണ് അൽഹംദുലില്ലാഹ് ഇപ്പൊ അസർക്ക് ഇവിടെ നടന്നത്. അള്ളാഹു നല്ല നിലക്ക് അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. റിഫായ് ശൈഖ് തങ്ങൾ ഉപ്പാപ്പന്റെ വിഷയം ഇന്നലെ ബഹുമാനപ്പെട്ട സക്കരിയ സഅദി ഉസ്താദ് വേണ്ടതുപോലെ ചരിത്രമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഞാൻ ഒന്നും കടക്കുന്നില്ല. അപ്പൊ ഷഅബാൻ എന്നുള്ളത് എൻ്റെ മാസമാണ്, കാരണം വലിയ പവറാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറയണമെങ്കിൽ അത് വലിയ പവറാണ്. ഈ മാസത്തിന് വലിയ പവറുണ്ട്. ഒന്നാമത്തെ പവറാണ് കഅബ, അല്ലെ? കഅബ വലിയ മഹത്വമുള്ള ഒരു സ്ഥലമാണ് കഅബ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര പോയപ്പോൾ അവിടുന്ന് ഖിബ്ല ബൈത്തുൽ മുഖദ്ദസിലേക്കാക്കി. അത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾക്ക് ബേജാറായി പോയി. അതിനെ തിരിച്ച് കഅബയിലേക്ക് തെറ്റിച്ച ഒരു മാസമാണ് ഈ ഷഅബാൻ മാസം. മാത്രമല്ല അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ധാരാളമായി സ്വലാത്ത് ചൊല്ലാൻ അവിടുന്ന് അല്ലാഹു ആയത്ത് ഇറക്കിയ ഒരു മാസമാ. മാത്രമല്ല സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ഈ മാസത്തില്, ഈ ശഅബാൻ മാസത്തില് നാം ധാരാളമായ സ്വലാത്ത് ചൊല്ലുമ്പോൾ നമ്മുടെ എത്രയോ പാപങ്ങൾ അല്ലാഹു പൊറുത്തു മാപ്പാക്കുകയാ. മാത്രമല്ല നമുക്ക് വരുന്ന ആഫത്തുകൾ അല്ലാഹു ദൂരത്താക്കുകയാ. റഹ്മത്തിന്റെ വാതിൽ അല്ലാഹു തുറന്നു തരികയാണ്. മാത്രമല്ല പ്രിയപ്പെട്ട മുത്തുമോമിനീങ്ങളെ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ അതിന്റെ മഹത്വം പറഞ്ഞു. സ്വലാത്ത് ചൊല്ലിയാൽ എന്തും നമുക്ക് നേടിയെടുക്കാം. ഇന്നത്തെ കാലഘട്ടത്തില് എവിടെയാണ് ശൈഖ്, എവിടെയാണ് ഞാൻ, ആരെയാണ് പിൻപറ്റേണ്ടതെന്ന് പറഞ്ഞ് ആരെടുത്തും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു തന്നതോ, നിങ്ങൾ ധാരാളമായ സ്വലാത്ത് ചൊല്ലിയാൽ പടച്ച റബ്ബേ അതാണ് നിങ്ങളെ വലിയൊരു ശൈഖ് എന്ന് ബഹുമാനപ്പെട്ട ഗസ്സാലി ഇമാം പഠിപ്പിക്കുമ്പോ ഇപ്പം മുക്കുമൂലയിൽ എല്ലാം കാണാം ഒരുപാട് ശൈഖന്മാരെയും. ഓ മോമിനീങ്ങളെ, എല്ലാ ശൈഖന്മാരും പിടിച്ചതിന്റെ പിന്നാലെ പോകണ്ട, ആഖിറം നഷ്ടപ്പെട്ടു പോകും. ഞാൻ ചുരുക്കട്ടെ മോമിനീങ്ങളെ, മറ്റൊരു വിഷയം എന്താ? ഈ ശഅബാൻ മാസത്തിൽ നാം ചെയ്യേണ്ട
നാം അതാ പ്രവർത്തിക്കേണ്ട മറ്റൊരു കാര്യമെന്താണ്? അതാ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന് സ്വഹാബത്ത് എങ്ങനെ അന്ന് സ്വഹാബത്ത് ശഅബാൻ മാസം അടുത്തു വന്നാൽ അവരതാ ഡ്യൂട്ടികളൊക്കെ അങ്ങ് അതാ ബാക്കോട്ട് ഇങ്ങനെ വെക്കുകയാ. അവരതാ മുസ്ഹഫുമായി ജോലിയാവുകയാണ്. വിശുദ്ധ ഖുർആൻ ധാരാളമായി ഓതുകയാണ്. ഓ മുഅ്മിനീങ്ങളെ, അനസ് റളിയല്ലാഹു അൻഹു മറ്റുള്ള ഇമാമികളും പിന്നെയും പറയുന്നു, ഈ ശഅബാൻ മാസം എന്നുള്ളത് ശഹറുൽ ഖുർആൻ ധാരാളമായി ഓതണം. ആ വിശുദ്ധ ഖുർആൻ ഓതുമ്പോ ഒരുപാട് പ്രതിഫലങ്ങൾ കിട്ടുകയാണ്, ഒരുപാട് നിഅമത്ത് നമുക്ക് കിട്ടുകയാണ് മുഅ്മിനീങ്ങളെ. മാത്രമല്ല ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഫഇന്നൽ ബൈത അതാ നിശ്ചയമായും ഒരു വീട്, അല്ലദീ എങ്ങനെയുള്ള വീടാ, ലാ യുഖറഉ ഫീഹി ഖുർആൻ. എങ്ങനെ വിശുദ്ധ ഖുർആൻ ഓതാത്ത വീട്. ഈ ശഅബാനായിട്ടും ഒരുപാട് ആൾക്കാർ എത്രയാണ് ടൈം വേസ്റ്റ് ആക്കുന്നത്, എത്രയാണ് സമയം നമുക്കുള്ളത്, പക്ഷെ ആ ടൈം ഒക്കെ വേസ്റ്റ് ആക്കുകയാ. മുഅ്മിനീങ്ങളെ, ഈ ശഅബാൻ ഓരോ നിമിഷവും വലിയ പവർ ഉള്ളതാ. ഈ ശഅബാൻ നാളെ ആഖിറത്തിൽ അല്ലാഹുവിനോട് നമ്മളെ കുറിച്ച് കംപ്ലൈന്റ് പറയും. അപ്പോ ഈ ശഅബാൻ നാം എത്ര തീരുമോ ഖുർആൻ ഓതാൻ, നാം ഖുർആൻ ഓതണം. ലാ യുഖറഉ ഫീഹി ഖുർആൻ, ഖുർആൻ ഓതാത്ത ഒരു വീട്, വയഖില്ലു ഖൈറുഹു, ഖൈർ ചുരുങ്ങുകയാ. എങ്ങനെ ഖൈർ ചുരുങ്ങി പോവുകയാണ്. വയകുസുറു ശർറുഹു, വയകുസുറു ശർറുഹു, ശർറ് അധികരിക്കുകയാണ്. ഖൈർ ചുരുങ്ങി പോകുന്നു, ആ ശർറും അധികരിക്കുകയാ. വയളീകു അലാ അഹ്ലിഹി, കുടുംബത്തിന് ഒരുപാട് അതാ മുസീബാത്തുകൾ, കുടുക്കുകൾ, ബുദ്ധിമുട്ടുകൾ വരികയാണ്. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, നാം എവിടെയാണ് ഇരിക്കുന്നത്? വിശുദ്ധ ഖുർആൻ ഇല്ലാത്ത മരുന്നുണ്ടോ? എയ്ഡ്സ് പോലത്തെ മാരകമായ രോഗത്തിന്, ആ രോഗത്തിന് അതാ സുബ്ഹാനല്ലാഹ് വിശുദ്ധ ഖുർആനിൽ മരുന്നുണ്ട്. മാരകമായ എല്ലാം രോഗത്തിന് ഖുർആനിൽ മരുന്നുണ്ട്. എയ്ഡ്സ് എന്ന് പറയുന്ന മാരകമായ രോഗത്തിനുള്ള മരുന്നെന്താ? വലാ തഖ്റബുസ്സിനാ, സിനയോട് നിങ്ങൾ അടുക്കരുത്. സിന എന്ന് പറയുന്ന, വ്യഭിചാരം എന്ന് പറയുന്ന ആ ഭാഗം നിങ്ങൾ ചിന്തിക്കരുത്. അത് വലിയ മഹാപാപമാണ്. കണ്ണുകൊണ്ട് നോക്കൽ കണ്ണിന്റെ വ്യഭിചാരമാ, കൈ കൊണ്ട് പിടിക്കൽ കയ്യിന്റെ വ്യഭിചാരമാ, നാവ് കൊണ്ട് സംസാരിക്കൽ നാവിന്റെ വ്യഭിചാരമാ, മനസ്സുകൊണ്ട് ചിന്തിക്കൽ മനസ്സിന്റെ വ്യഭിചാരമാ. ഈ വ്യഭിചാരമായി നാം ബന്ധപ്പെട്ടാൽ നമ്മുടെ ആയുസ് ചുരുങ്ങുകയാണ്. നമുക്കൊരുപാട് നമ്മുടെ വീട്ടിൽ മരണങ്ങൾ അധികരിക്കുകയാണ്, മുസീബാത്തുകൾ വരികയാണ്, ദാരിദ്ര്യം വരികയാ. ഏറ്റവും നല്ല മരുന്നെന്താണ്? എയ്ഡ്സ് എന്ന് പറയുന്ന മാരകമായ രോഗത്തിനുള്ള മരുന്നെന്താ? ഇസ്ലാം പഠിപ്പിച്ച മരുന്നെന്താ? വലാ തഖ്റബുസ്സിന, സിനയോട് നിങ്ങൾ അടുക്കല്ലേ. അതാണ് മരുന്ന്, അതാണ് മരുന്ന്. ഓ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, വിശുദ്ധ ഖുർആൻ നാം നോമ്പ് അല്ല ഉസ്താദെ, നോമ്പ് വരട്ടെ, നോമ്പ് ആ സമയത്ത് നാം ഓതാ അല്ല,
ആ സമയം ഇപ്പണ്ട് നാം റെഡിയാകണം. ഇനി ഖുർആൻ ഓതാൻ അറിഞ്ഞില്ലെങ്കിലോ ആ വിശുദ്ധ ഖുർആൻ ഒന്ന് എടുത്തിട്ട് ഓ മുഅ്മിനീങ്ങളെ ഒന്ന് ചുംബിച്ച് വെച്ചോ. എത്ര മഹത്വമാണ്, എത്ര വലിയ കൂലി കിട്ടുന്നതാണ്. ഞാൻ ചുരുക്കുകയാ മുഅ്മിനീങ്ങളെ. സുബ്ഹാനല്ലാഹ്. വീണ്ടും മഹാന്മാർ പറയുന്നു, ഹബീബ് തങ്ങൾ പറയുകയാ, സുബ്ഹാനല്ലാഹ്, ഇദാ ദഖല ശഅബാൻ, ശഅബാൻ കടന്നു വന്നാൽ ഹാദാ ശഹ്റുൽ ഖുർആ. ഓ മുഅ്മിനീങ്ങളെ, വിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യേണ്ട ഒരു മാസമാണ് ഈ ശഅബാൻ. ഈ ശഅബാൻ എന്തുകൊണ്ട് നാം ഓതുന്നില്ല? എത്ര സമയങ്ങളാണ് നാം വേസ്റ്റ് ആക്കുന്നത്? എത്ര സമയങ്ങളാണ് മൊബൈൽ നോക്കിയിട്ട് സുബ്ഹാനല്ലാഹ് വേസ്റ്റ് ആക്കുന്നത്? ഇതിനെ സംബന്ധിച്ച് നാം നാളെ ആഖിറത്തിൽ അല്ലാഹുവോട് മറുപടി പറയണ്ടേ. മുഅ്മിനീങ്ങളെ, വിശുദ്ധ ഖുർആൻ ധാരാളമായി ഓതേണ്ട ഒരു മാസം അത് ഈ ശഅബാൻ മാസമാണ്. ഞാൻ ചുരുക്കുകയാ, ഈ ശഅബാനിലല്ലേ മുഅ്മിനീങ്ങള് ഏറ്റവും നല്ല മഹത്വമേറിയ ഏറ്റവും നല്ല പവർഫുള്ളായ ഒരു ദിവസമാണ് ബറാഅത്തിന്റെ രാത്രി. ആ ബറാഅത്തിന്റെ രാത്രി ഇനി വരാൻ പോവുകയാ. സുബ്ഹാനല്ലാഹ്. വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ഒരുപാട് ആൾക്കാർ എന്തെല്ലാമാ അടിച്ചു വിടുന്നത്. ഓ മുഅ്മിനീങ്ങളെ, ബറാഅത്ത് എന്നുള്ളതില്ല പോൽ അതിന്റെ പിറ്റേന്നൊരു നോമ്പുണ്ട്, നല്ല സുന്നത്തായ നോമ്പ്. സുബ്ഹാനല്ലാഹ്. ആ നോമ്പുമില്ല പോൽ വിവരമില്ലാത്തവർ മതം പറഞ്ഞാൽ ഇത്തഖദന്നാസ റുഹൂസൻ ജുഹാലാ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആഖിർ സമാൻ വരുമ്പോ ഇൽമു ചുരുങ്ങുകയാ. നല്ല ബഹർ പോലത്തെ ആലിമീങ്ങളെ അല്ല മരിപ്പിക്കുകയാ. ഓ മുഅ്മിനീങ്ങൾ, എത്ര ആലിമീങ്ങൾ, പണ്ഡിതന്മാർ, നല്ല ബഹർ പോലത്തെ നല്ല ഇൽമുള്ള ആലിമീങ്ങള് മൗത്തായി പോയില്ലേ മുഅ്മിനീങ്ങള്? ആ ആലിമീങ്ങളടക്കം ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ആലിമീങ്ങൾ കഴിഞ്ഞു പോയില്ലേ? ആ ആലിമീങ്ങളെ ഒരു വിവരമില്ലാത്തവൻ, ഒരു സിഡിയുമായി നടക്കുന്നവൻ, ഒരു പുസ്തകം പിടിച്ച് നടക്കുന്നവൻ, സുബ്ഹാനല്ലാഹ്, ബുഖാരിയിൽ അങ്ങനത്തെ ഹദീസില്ല എന്ന് പറയാൻ തുടങ്ങിപ്പോയി. ആഖിർ സമാനാ. നമ്മുടെ ഈമാൻ നാം സംരക്ഷിക്കണം, നമ്മുടെ ഈമാൻ നാം ഗട്ടിയാക്കണം. പടച്ച റബ്ബേ, നമുക്ക് നല്ല വിശ്വാസം നൽകണേ അല്ലാ. ആമിയാക്കി നമുക്ക് നല്ല വിശ്വാസം നൽകണേ അല്ലാ. നിങ്ങൾ ആമീൻ കേൾക്കുന്നില്ല? അല്ലാ, നമുക്ക് മെയിൻ നമ്പർ 1 വിശ്വാസം വേണം. നമ്മ നിസ്കരിക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, എല്ലാം കാര്യം ചെയ്യുന്നുണ്ട്. എങ്ങനെ? വലൈസ ഫീഹിം, നമ്മുടെ ഖൽബിലേക്ക് ഈമാൻ ഇറങ്ങിയിട്ടില്ല. ഓപ്പൺ ഇങ്ങനെ സ്റ്റൈൽ കാണുമ്പോ എതിർക്ക് ഭയങ്കര ഈമാൻ, നല്ല കമീസ്, നല്ല തലകിട്ട്, നല്ല സാലുവിറ്റിന് പോവോ, ഓഹോ ഭയങ്കര വിശ്വാസം. അല്ല, നമുക്ക് നല്ല ഖൽബിൽ നല്ല വിശ്വാസം വേണം. ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി കൊണ്ടുവന്നത് മുഴുവനും നാം നല്ല വിശ്വസിക്കണം. ബറാഅത്തിന്റെ രാത്രിയല്ലേ? നിങ്ങൾ നോക്ക്, വിശുദ്ധ ഖുർആനിലെ മുഅ്മിനീങ്ങളെ, ആ ബറാഅത്തിന്റെ അന്ന് ശഅബാൻ 15, സുബ്ഹാനല്ലാഹ്, ബറാഅത്തിനന്ന് രാത്രി ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളും അങ്ങനെ സ്വഹാബത്ത് പരമ്പരമായി വന്നതാണ്. അന്ന് രാത്രി ദുആക്ക് ഇജാബത്തുള്ളതാ. എല്ലാ മാസവും, അറബി മാസവും 13, 14, 15 ആ ദിവസങ്ങളിൽ നോമ്പ് സുന്നത്തുണ്ട്. അതേപോലെ ബറാഅത്തിന് 15 നോമ്പ് സുന്നത്തുണ്ട്. അതേ അല്ലേ മുഅ്മിനീങ്ങളെ? റജബ് മാസത്തില് കുറെ ആൾക്കാർക്ക് സംശയമാ, ഖൽബിൽ ഈമാനുള്ളവർക്ക് സംശയമില്ല. എങ്ങനെ? ഖൽബിൽ ഈമാനുള്ളവർക്ക് സംശയമില്ല.
ഹൃദയത്തിൽ ഈമാനുള്ളവർക്ക് സംശയമില്ല. കാരണം അത് പരമ്പരയാടും. ഈ കൊടിപ്പാട് എന്നുള്ളതൊരു പരമ്പരയാ. കണ്ടു പഠിക്കണം. ഓൺലൈനിൽ കാണുന്ന പ്രിയപ്പെട്ട മുത്തുമോമിനീങ്ങള്, ഈ കൊടിപ്പാട് എന്നുള്ളത് മാഷാ അല്ലാഹ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ എല്ലാവും സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ അൽഹംദുലില്ലാഹ് ഇവിടെ നല്ല കണ്ടുകൊണ്ടിരിക്കുകയാ. അതേ റിഫായ ദഫ്റാത്തിബ് അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. ഇത് എന്താണ്? റിഫായ ശൈഖ് തങ്ങളെ പിരിസം വെച്ചതുകൊണ്ടാ, അവിടുത്തെ മഹബത്ത് വെച്ചതുകൊണ്ടാണ്. റബ്ബേ, ഈ നാട്ടുകാർക്കൊക്കെ ആണ് പെണ്ണ് എല്ലാവർക്കും ഇതിനാരെല്ലാം സഹായിച്ചിട്ടുണ്ടോ, സഹകരിച്ചിട്ടുണ്ടോ, നീ പ്രതിഫലം നൽകണം അല്ലാഹ്. ബറാത്തുണ്ടെന്ന് ഓ മുഅ്മിനീങ്ങളെ, റജബില് 27 എന്തിനാ നോമ്പ് നോക്കുന്നത്? ഓ മുഅ്മിനീങ്ങളെ, എല്ലാം അറബി മാസവും 27, 28, 29, 30 ഉണ്ടെങ്കിൽ 30ഉം, അതും അറബി മാസത്തില് 27, 28, 29 അത് നോമ്പ് നോക്കൽ ഏറ്റവും നല്ല സുന്നത്താണ്. അത് ഇമാമിങ്ങൾ അവിടെ കിതാബില് അവർ എഴുതി വെച്ചതാ. ഓ പ്രിയപ്പെട്ട മുത്തുമോമിനീങ്ങളെ, ഞാൻ ചുരുക്കുകയാണ്. എന്താണ് ഈ ബറാഅത്തിന്റെ രാത്രിയില് അല്ലാഹ് എല്ലാവർക്കും അല്ലാഹ് പൊറുത്തു കൊടുക്കുകയാണ്. എല്ലാവർക്കും അല്ലാഹു പൊറുത്തു കൊടുക്കുകയാ ബറാഅത്തിന്റെ രാത്രിയില്. പക്ഷേ ബറാഅത്തിന്റെ രാത്രി വലിയ പവറുള്ളതാണ്.